ഇന്ത്യയിലെ ആകെ ജനനിരക്ക് ചരിത്രത്തിൽ ആദ്യമായി ജനസംഖ്യാ സ്ഥിരത നിലനിർത്താൻ ആവശ്യമായ പരിധിക്കും താഴെയെത്തി എന്ന റിപ്പോർട്ടുകൾ കൂടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിടുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ ഓഫീസ് പുറത്തുവിട്ട 2024 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം അനുസരിച്ചാണ് ഈ റിപ്പോർട്ട്. ഒരു സ്ത്രീ തന്നെ ജീവിതകാലത്ത് പ്രസവിക്കാൻ സാധ്യതയുള്ള കുട്ടികളുടെ ശരാശരി എണ്ണത്തെയാണ് ആകെ ജനനിരക്ക് എന്ന് പറയുന്നത്. ഇതനുസരിച്ച് ജനസംഖ്യാ സന്തുലിതാവസ്ഥ രാജ്യത്ത് നിലനിർത്താൻ ആവശ്യമായ തോതിനേക്കാൾ കുറവാണ് ഇപ്പോഴത്തെ ജനനിരക്ക് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമായി പുറത്തു വന്നിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറി എങ്കിലും ഇപ്പോഴും ജനസംഖ്യ വളർച്ച താഴേക്കാണ്, കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ള ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ജനസംഖ്യാ സ്ഥിരത ഉറപ്പാക്കുന്ന 2.1 എന്ന മാനദണ്ഡത്തിനും താഴേക്കാണ് ഇപ്പോൾ ജനനിരക്ക്. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ജനസംഖ്യ കൂടുകയോ കുറയുകയോ ചെയ്യാതെ കൃത്യമായി നിലനിർത്താൻ ഒരു സ്ത്രീക്കുണ്ടാകേണ്ട ശരാശരി കുട്ടികളുടെ എണ്ണത്തെയാണ് ഈ മാനദണ്ഡം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഏതായാലും പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായാണ് ജനനിരക്ക് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതനുസരിച്ച് ഏറ്റവും കൂടുതൽ ഉയർന്ന ജനനിരക്ക് രേഖപ്പെടുത്തുന്ന ബീഹാറിലാണ്. 2.9 അതിൻ്റെ ഒരു കണക്ക്. ഉത്തർപ്രദേശിൽ 2.6, മധ്യപ്രദേശിൽ 2.4 എന്നിങ്ങനെയാണ് കണക്കുള്ളത്. നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ജനനിരക്ക് കുറവാണ്. പ്രത്യേകിച്ചും ഡൽഹിയിലാണ് ഏറ്റവും താഴ്ന്ന ജനനിരക്ക്, 1.2 മാത്രമാണ്. കുറഞ്ഞ തമിഴ്നാട്, കേരളം, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ ഇത് 1.3 മാത്രമാണ്. അങ്ങനെ ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ രാജ്യത്തിൻ്റെ ജനസംഖ്യ ഏതാണ്ട് പരിധിക്ക് താഴേക്ക് പോകും എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിടുന്നത്.